ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 8051ൻ്റെ അഡ്രസ്സിങ് മോഡ്സ് ആണ്. ബേസിക്കായിട്ടും 6 രീതിക്കാണ് നമുക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം എന്താണ് അഡ്രസ്സിങ് മോഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു ഇൻസ്ട്രക്ഷനെ എങ്ങനെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്, ഡേറ്റിനെ ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനോ ഒക്കെ ആയിട്ട്, അതിനെയാണ് നമ്മൾ അഡ്രസ്സിങ് മോഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലേ. അപ്പം ഈ അഡ്രസ്സിങ് മോഡ്സ് നമുക്ക് മെയിനായിട്ട് 6 എണ്ണമാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഒരെണ്ണം യൂഷ്വലി നമ്മൾ ചിലരെഴുതും ചിലരെഴുതത്തില്ല. അപ്പോൾ അതേതാണെന്നുള്ളതും കൂടി ഞാൻ പറയാം കേട്ടോ. അപ്പം അഡ്രസ്സിങ് മോഡ്സിൽ ഫസ്റ്റ് വൺ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ട ഓപ്പറൻറ്റ് ആൻഡ് ഓപ്പ് ആണല്ലോ. ഓപ്പ് കോഡിൻ്റെ കൂടെ ഓപ്പറൻറ്റിൻ്റെ വാല്യൂ ഡയറക്റ്റായിട്ട് കൊടുക്കും. സോ വാല്യൂ നമ്മൾ അല്ലെങ്കിൽ ആ ഡേറ്റ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷനിൽ തന്നെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് മോഡിൻ്റെ സംഭവം എന്ന് പറയുന്നത്. ഇവിടെ ആഡ് A,100 എന്ന് പറയുമ്പോൾ ഈ 100ൻ്റെ വാല്യൂ ആണ്. എനിക്ക് എങ്ങനെ മനസ്സിലാവും ഇതെൻ്റെ വാല്യൂ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്ന്? ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്ങിന് വീൽ പുട്ട് എ ഹാഷ് നിയർ ബൈ ദ വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ദിസ് ഇസ് എ ഡയറക്റ്റ് ഡേറ്റ. ഡയറക്റ്റായിട്ട് ഞാൻ ഡേറ്റയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വേറൊന്നും തപ്പിപ്പോകേണ്ട ആവശ്യമില്ല. ഇത് ഏറ്റവും ഫാസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നൊരു അഡ്രസ്സിങ് മോഡ് കൂടി ആണ്. രണ്ടാമത്തേത് രജിസ്റ്റർ അഡ്രസ്സിങ് മോഡ്. ഇവിടെ നമ്മളുടെ ഓപ്പറൻസിനെ രജിസ്റ്ററിലായിരിക്കും സ്റ്റോർ ചെയ്യുക. നമുക്ക് R0 to R7 രജിസ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് 4 രജിസ്റ്റർ ബാങ്ക്സ് ഉണ്ടല്ലേ. അപ്പോൾ ഇതിലെവിടെയെങ്ങാനും ആയിരിക്കും നമ്മളുടെ ഓപ്പറൻറ്റ് വരുന്നത്. അപ്പം ആ ഒരു രജിസ്റ്ററിനകത്ത് അപ്പോൾ നമുക്കിവിടെ രജിസ്റ്റേഴ്സ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഇതെൻ്റെ R0 എന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഒരു R0യുടെ അകത്തായിരിക്കും ഈ ഒരു വാല്യൂ 100 കിടക്കുന്നത്. ഓക്കെ, മൂവ് A,R0 എന്ന് പറഞ്ഞാൽ R0യുടെ കണ്ടൻറ്റിനകത്ത് ഐ ഹാവ് മൈ ഡേറ്റ. ഓക്കെ, ഈ ഒരു കണ്ടൻറ്റിലെ ഡേറ്റേനെയാണ് ഞാൻ എയിലോട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് രജിസ്റ്റർ അഡ്രസ്സിങ് മോഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നെയിം ഓഫ് ദ രജിസ്റ്റർ നമ്മളുടെ ഇൻസ്ട്രക്ഷനിൽ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നമ്മളുടെ സിസ്റ്റത്തിന് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ഇന്ന സംഭവമാണ് ഇവിടെ, ഇതാണ് നമ്മൾ ചെയ്യുന്നത്, ഇന്ന രജിസ്റ്ററിൽ നിന്നാണ് നമ്മൾ ഡേറ്റേനെ എടുക്കേണ്ടത് എന്നുള്ളത്. മൂന്നാമത്തെ അഡ്രസ്സിങ് മോഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡാണ്. ഇവിടെ നമ്മളുടെ ഡേറ്റയുടെ അഡ്രസ്സിനെ നമ്മൾ ഡയറക്റ്റ്ലി മെൻഷൻ ചെയ്യും. അതായത് ഇപ്പം ഇവിടെ 088H എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മെമ്മറിയിൽ ഞാൻ 088H എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലോട്ട് ഞാൻ പോയാൽ ഐ വിൽ ഫൈൻഡ് മൈ ഡേറ്റ 100 in it. പിടികിട്ടിയോ? അതാണ് ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്. സോ നമ്മളുടെ ഇൻസ്ട്രക്ഷനകത്ത് നമ്മളുടെ ഡേറ്റ എവിടെയാണോ കിടക്കുന്നത് ആ ഒരു അഡ്രസ്സിന് ഡയറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഈ ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എൻ ഇൻറ്റേർണൽ റാം അല്ലെങ്കിൽ SFR അതിൻ്റെ അഡ്രസ്സും ആയിരിക്കും. നമ്മുടെ സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സിൻ്റെ അഡ്രസ്സും ആയിരിക്കാം. ഇത് രണ്ടുമാണ് ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡിൽ നമ്മൾ കൊടുക്കുന്നത്. ഇനി അടുത്തത് ഫോർത്ത് ടൈപ്പ് എന്ന് പറയുന്നത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്. രജിസ്റ്റർ ഡയറക്റ്റ് എങ്ങനെയായിരുന്നു? രജിസ്റ്ററിൻ്റെ അകത്ത് നമുക്ക് ഡേറ്റേനെ കിട്ടുമെന്നുള്ളതായിരുന്നു അല്ലേ. രജിസ്റ്റർ ഇൻഡയറക്റ്റിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു രജിസ്റ്റർ ഉണ്ട്. ഇപ്പോൾ ഇവിടെ R0യുടെ അകത്ത് പോകുമ്പോഴത്തേനും എനിക്ക് കിട്ടുന്നത് ഒരു മെമ്മറി ലൊക്കേഷനാണ്. ഓക്കെ, ഈ ഒരു മെമ്മറി ലൊക്കേഷൻ ഫോർ എക്സാമ്പിൾ എനിക്ക് 088H ആണ് എനിക്കിവിടെ കിട്ടുന്നത്. എന്നിട്ട് ഈ ഒരു മെമ്മറി ലൊക്കേഷൻ ഞാൻ പോയി തപ്പുകയാണ് ചെയ്യുന്നത്. ആ ഒരു മെമ്മറി ലൊക്കേഷൻ്റെ അകത്ത് എനിക്ക് ആ ഒരു വാല്യൂ കിട്ടും. അപ്പം ഈ ഒരു രജിസ്റ്റർ ഇൻഡയറക്റ്റിനകത്ത് നമ്മൾ ഈ ഒരു മെമ്മറി ലൊക്കേഷൻ കണ്ടുപിടിക്കണം എന്നുള്ളത് കമ്പ്യൂട്ടറിനെ അറിയിക്കുന്നത് @ യൂസ് ചെയ്തിട്ടാണ്. നമ്മളുടെ ഡേറ്റയുടെ അഡ്രസ്സിനെ രജിസ്റ്ററിനകത്ത് നമ്മൾ സേവ് ചെയ്യും. ആ ഒരു രജിസ്റ്ററിനകത്തുള്ള അഡ്രസ്സിൻ്റെ വാല്യൂവിനെയാണ് ഞാൻ എയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒരു @ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട, വളരെ സിമ്പിളാണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ അതിനകത്ത്. ഈ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്ന സാധനം എല്ലാവരും എഴുതാത്തൊരു സംഭവമാണ്. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റർ സ്പെസിഫിക് അഡ്രസ്സിങ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇൻസ്ട്രക്ഷനിൽ തന്നെ ഏത് രജിസ്റ്ററിലോട്ടാണ് ഇതിനെ ഏത് രജിസ്റ്ററിലോട്ടാണെങ്കിൽ ഏത് രജിസ്റ്ററിലാണ് ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അതാണ് രജിസ്റ്റർ സ്പെസിഫിക് അഡ്രസ്സിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പം RLA എന്ന് പറയുമ്പോഴത്തേനും നമ്മളുടെ അക്യുമുലേറ്ററിനുള്ള കണ്ടൻറ്റിനെ ഡേറ്റേനെ
ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക, റൊട്ടേറ്റ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം രജിസ്റ്റർ സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ചില ഇൻസ്ട്രക്ഷൻസിൻ്റെ കൂട്ടത്തിൽ ഓൾറെഡി നമ്മൾക്ക് ഏത് രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റിനെയാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടതെന്ന് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതാണ് രജിസ്റ്റർ സ്പെസിഫിക് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പം അത് ഒരു സ്റ്റാറായിട്ട് ഇടുക. നിങ്ങൾക്ക് മാർക്ക് ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതും കൂടെ മെൻഷൻ ചെയ്ത് പോകാവുന്നതാണ്. 6ാമത്തേത് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ്. ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെയുള്ളത് ഒരു ലുക്കപ്പ് ടേബിളാണ്. ഈ ലുക്കപ്പ് ടേബിളിൽ നമുക്ക് നമ്മളുടെ ഡേറ്റയെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ലുക്കപ്പ് ടേബിൾ യൂഷ്വലി നമുക്ക് കിട്ടുന്നത് ഒരു പർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേനായിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡെക്സിനെ നമ്മൾ നമ്മളുടെ ഒറിജിനൽ അഡ്രസ്സിലോട്ട് ആഡ് ചെയ്യുമ്പോഴത്തേനുമാണ് നമുക്ക് ആ ഒരു എവിടെയാണ് കണ്ടൻറ്റ് കിടക്കുന്നത് എന്നുള്ളത് മനസ്സിലാവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കേ. ഇവിടെ മൂവ് എ പ്ലസ് DTPR എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ എ രജിസ്റ്ററിൻ്റെ അകത്തെ കണ്ടൻറ്റുമായിട്ട് ഞാൻ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്യാണ്. ഇപ്പം എൻ്റെ എ രജിസ്റ്ററിൻ്റെ അകത്തെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 088H എന്ന് വിചാരിക്കുക. ദാറ്റ്സ് എ മെമ്മറി ലൊക്കേഷൻ. എങ്ങനെ എനിക്ക് മനസ്സിലായത് മെമ്മറി ലൊക്കേഷനാണ്? അറ്റ് സിമ്പിൾ രജിസ്റ്റർ ഇൻഡയറക്റ്റ് മോഡാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്ത് എനിക്കെൻ്റെ ന്യൂ അഡ്രസ്സ് കിട്ടിയെന്ന് വിചാരിക്കും. അപ്പം എൻ്റെ ന്യൂ അഡ്രസ്സ് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി മേ ബി 1FF ആണെന്ന് വിചാരിക്കുക. അപ്പം ഇതാണ് എൻ്റെ ന്യൂ അഡ്രസ്സെങ്കിൽ ഞാൻ ഈ ഒരു ലൊക്കേഷൻ മെമ്മറി ലൊക്കേഷനിൽ പോയി തപ്പുമ്പം ഐ വിൽ ഗെറ്റ് മൈ ഡേറ്റ. ആ ഒരു ഡേറ്റേനെ ഞാൻ എയിലോട്ട് മൂവ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇൻഡെക്സ് യൂസ് ചെയ്ത് പേജ് നമ്പേഴ്സ് എടുക്കത്തില്ല, അതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ലുക്കപ്പ് ടേബിളിൽ ഡേറ്റേനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതാണ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ 6 ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡാണ് നമുക്ക് ഈ ഒരു കേസിൽ ഉള്ളത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 8051ൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ആണ്. നമുക്കറിയാം ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേനും അവർക്ക് 2 പാർട്സ് ആയിട്ടാണ് വരുന്നത് അല്ലേ. ഒന്ന് ഓപ്പ് കോഡ് വരും, ദാറ്റ്സ് ദ നിമോണിക്സ്, മൂവ്, ആഡ്, സബ്ട്രാക്ട് എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ റൈറ്റ് സൈഡിൽ നമുക്ക് വരുന്നത് ഓപ്പറൻസ് ആണ്. ഈ ഓപ്പറൻ്റ് ഡേറ്റ ആയിരിക്കാം, ഏതെങ്കിലും പോർട്ട് ആയിരിക്കാം, മെമ്മറി ലൊക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ രജിസ്റ്റേഴ്സ് ആയിരിക്കാം, അങ്ങനെ എന്ത് വേണം ആയിരിക്കാം. അപ്പം ഏതൊക്കെ ടൈപ്സ് ഓപ്പറേഷൻസ് ആണ് നമുക്ക് 8051 അവൈലബിൾ ആയിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ നമ്മളുടെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് അർഥമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ആണ്. വാട്ട് ഈസ് അർഥമെറ്റിക് ഇൻസ്ട്രക്ഷൻസ്? അർഥമെറ്റിക് എന്ന് പറയുന്നത് ബേസിക് ഓപ്പറേഷൻസ് ലൈക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ പോലെയുള്ളതൊക്കെ നമ്മളുടെ ഓപ്പറൻസിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നതിനെയാണ് അർഥമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഫസ്റ്റ് ഓപ്പറൻറ്റിലായിരിക്കും സ്റ്റോർ ചെയ്യുക. എക്സാമ്പിൾ നോക്കിക്കേ, ആഡ് A,RN. അപ്പോൾ ഈ ഒരു രജിസ്റ്ററിൻ്റെ വാല്യൂവും അക്യുമുലേറ്ററിലെ വാല്യൂ കൂടെ ആഡ് ചെയ്ത് റിസൾട്ട് സ്റ്റോർഡ് ഇൻ ദി അക്യുമുലേറ്റർ എയിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. ഓക്കെ, അതാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആഡ് ക്യാരി ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട് വിത്ത് ബോറോ, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഡെസിമൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നീ കുറേ ടൈപ്സ് അത്മറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇതിൽ കുറച്ച് നിങ്ങൾ എക്സാമ്പിളായിട്ട് എഴുതണം. ഇൻസ്ട്രക്ഷൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എല്ലാം പഠിച്ച് എഴുതണം എന്ന് ഞാൻ പറയത്തില്ല, അറ്റ്ലീസ്റ്റ് ഒരു 3-4 എണ്ണവയിലും നിങ്ങളൊന്ന് എഴുതി വെക്കാൻ ശ്രമിക്കാം. രണ്ടാമത്തേത് ലോജിക് ഇൻസ്ട്രക്ഷൻസ്. അത് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ബിറ്റ്സ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. 2 രജിസ്റ്ററിലുള്ള ഇൻഡിവിജ്വൽ ബിറ്റ്സ് എടുത്തിട്ടാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്യുന്നത്. ലോജിക്കൽ ഓപ്പറേഷൻ നമ്മൾക്കറിയാം അല്ലേ, ആൻഡ് എന്ന് പറയുന്നത് ലോജിക്കൽ ഓപ്പറേഷനാണ്, ഓർ ലോജിക്കൽ ഓപ്പറേഷനാണ്, പിന്നെ എന്താണ് കോംപ്ലിമെൻറ്റ്, എക്സോർ ഒക്കെ ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ് വരുന്നത്. ഇവിടെ AND എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ സോഴ്സും ഡെസ്റ്റിനേഷനും അവർ തമ്മിൽ നമ്മൾ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 പേരുടെ ബിറ്റ് ബൈ ബിറ്റ് എടുത്ത്, ഇപ്പോൾ 111, 100 അങ്ങനെയൊക്കെ ബിറ്റ് ബൈ ബിറ്റ് എടുത്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. മൂന്നാമത്തേത് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ. ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമുക്ക്
ഡേറ്റയെ കോപ്പി ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് ഡേറ്റയെ ട്രാൻസ്ഫർ ചെയ്യാം. അതൊന്നെങ്കിൽ രജിസ്റ്റേഴ്സ് തമ്മിലായിരിക്കും, എക്സ്റ്റേണൽ മെമ്മറീസ് തമ്മിലായിരിക്കും. അങ്ങനെ ട്രാൻസ്ഫർ ഓഫ് ഡേറ്റയെ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത്. മൂവ്, പുഷ്, പോപ്പ്, എക്സ്ചേഞ്ച് പോലത്തെ ഇൻസ്ട്രക്ഷൻ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. അപ്പം ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴത്തേനും കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതാണ് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ വളരെ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. ഇതിൽ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം കണ്ടൻറ്റ് എഴുതി വെക്കണം. നമുക്ക് എക്സാംസിൽ ജസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കാണ്ട് അത്യാവശ്യം മാർക്കിനുള്ള കണ്ടൻറ്റ് നിങ്ങൾ എഴുതി വെക്കണം. നാലാമത്തെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത് ബൂളിയൻ ഇൻസ്ട്രക്ഷൻസ് ആണ്. ബൂളിയൻ അല്ലെങ്കിൽ ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ് എന്ന് നമ്മളിവരെ വിശേഷിപ്പിക്കും. എന്താണിത്? ഓരോ ബിറ്റ് വൈസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്, നമ്മൾ ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. എഗെയിൻ നമുക്കവർ 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലെ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഡേറ്റ മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പം ഡേറ്റേനെ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഇതിൽ യൂഷ്വലി യൂസ് ചെയ്യുന്നത് സെറ്റിംഗ്. ഒരു ബിറ്റിനെ സെറ്റാക്കാൻ, ഒരു ബിറ്റിനെ ക്ലിയർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്, ഒരു ബിറ്റിൻ്റെ മേളിൽ വേറൊരു ബിറ്റിനെ ലോജിക്കൽ ആൻഡ് ചെയ്യാൻ, ഓർ ചെയ്യാൻ എന്നീ കാര്യങ്ങൾക്ക് ബിറ്റിനെ ചേഞ്ച് ചെയ്യുക. അതാണ് ബിറ്റ് മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഡേറ്റ മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്ന പോർട്ട് ഇൻസ്ട്രക്ഷൻസ്. പോർട്ട് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ പ്രത്യേക ഒരു പാറ്റേൺ ഒന്നുമില്ല. നമ്മൾ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ പോർട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ എനിക്ക് P0 കണ്ടന്റിന് എയിലോട്ട് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൂവ് A, P0 എന്ന് മാത്രം കൊടുത്താൽ മതി. അത്രയും സിമ്പിളാണ് പോർട്ട് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. കോംപ്ലിമെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഇവിടെ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട്, ഏതെങ്കിലും ഒരു കണ്ടന്റിൻ്റെ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് CPL എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് റൊട്ടേഷൻ ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ ഇപ്പം നേരത്തെ നമ്മളൊരു അഡ്രസ്സിംഗ് മോഡ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചാൽ RLA അക്യുമുലേറ്ററിനെ റൊട്ടേറ്റ് ലെഫ്റ്റ്, റൊട്ടേറ്റ് റൈറ്റ്, റൊട്ടേറ്റ് ലെഫ്റ്റ് ത്രൂ ക്യാരി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസിന് കീഴിലാണ് വരുന്നത്. അതെവിടെയാണ്? ബൂളിയൻ ഇൻസ്ട്രക്ഷൻസിൻ്റെ അവിടെ. കാരണം ബിറ്റ് ബൈ ബിറ്റ് ആണല്ലോ, ബിറ്റ് വൈസ് ആണ് ഈ ഒരു ഓപ്പറേഷൻ നടക്കുന്നത്, ബിറ്റ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട്. നമ്മളുടെ ഇൻസ്ട്രക്ഷൻ സെറ്റിലെ ലാസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനാണ്, അല്ലെങ്കിൽ ഫ്ലോ കൺട്രോൾ, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. അങ്ങനെ പല രീതിക്ക് നമുക്കിവരെ വിളിക്കാനായിട്ട് പറ്റും. യൂഷ്വലി ലൂപ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സബ് റൂട്ടീൻ കോൾസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. ഇതിനെ എഗെയിൻ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അൺകണ്ടീഷണൽ ജമ്പ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് എന്ന് നമുക്ക് പറയാം. അതുപോലെ കണ്ടീഷണൽ. അൺകണ്ടീഷണൽ ജമ്പിങ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ബ്രാഞ്ച് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പുതിയ ലൊക്കേഷനിലോട്ട് ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ലേബിൾസ് ഒക്കെ യൂസ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അൺകണ്ടീഷണൽ അവിടെ ഒരു കണ്ടീഷൻ വരുന്നില്ല. ഇപ്പം ഗോ ടു ലേബൽ എന്നും പറഞ്ഞ് ഞാൻ എഴുതുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലേബലിലോട്ട് ഞാൻ പോവും, എനിക്കവിടെ ഒരു ക്വസ്റ്റ്യനും വരുന്നില്ല അല്ലേ. ഇപ്പം റിട്ടേൺ, നമ്മളൊരു സബ് റൂട്ടീൻ ചെയ്യുമ്പോഴത്തേനും റിട്ടേൺ ചെയ്യാനും, അല്ലെങ്കിൽ ലോങ് ജമ്പ്, ഷോർട്ട് ജമ്പ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് എക്സാമ്പിൾസ് നമ്മൾ താഴെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. കണ്ടീഷണൽ ജമ്പ് എന്താണ്? ഒരു സ്പെസിഫിക് കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമേ ഞാൻ ജമ്പ് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഞാൻ ചുമ്മാ ജമ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഉടനെ ജമ്പ് ചെയ്യത്തില്ല. എനിക്കൊരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എൻ്റെ ജമ്പ് ചെയ്യുന്നത് നടക്കത്തുള്ളൂ. അപ്പോൾ അധികം ബ്രാഞ്ചിങ്ങിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇവിടെ JC ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേനും ജമ്പ് ഇഫ് ദ ക്യാരി ഈസ് ഈക്വൽ ടു 1. ഇപ്പോൾ ക്യാരി 1 അല്ലെങ്കിൽ അവിടെ ജമ്പ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇപ്പം JNC നമ്മൾ ഇപ്പം ഇഫ് കണ്ടീഷൻ എഴുതുമ്പോഴത്തേനല്ലേ, ഇഫ് A ഈസ് ഈക്വൽ ടു 0 ദെൻ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതത്തില്ലേ, ഇത് ഒരു കണ്ടീഷനാണ്. ഇതൊരു കണ്ടീഷണൽ ജമ്പാണ് ആക്ച്വലി. അപ്പം അത് നമ്മൾ ഇവിടെ ഈ ഒരു 8051 കേസിൽ പറയുമ്പോഴത്തേനും JZ, JNZ, JB, JNB പോലത്തെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതാണ് കണ്ടീഷണൽ ആൻഡ് അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ്. അപ്പം അത്രയേ ഉള്ളൂ നമ്മളുടെ മൊഡ്യൂൾ 5. അപ്പം ഇത് പെട്ടെന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും, പക്ഷേ ഇത് ഈ ഒരു സംഭവം വളരെ ഈസിയാണ്. അപ്പം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.